ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഔട്ട് ഹൗസിൽ നിന്നും അർച്ചന വീടിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. മോളെന്തേ സച്ചിയേട്ടാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആതിര പാല് കൊടുക്കാൻ കൊണ്ടുപോയെന്ന് സച്ചി പറയുന്നു. എന്താ തനിക്ക് മോളെ കാണണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, വേണ്ട സച്ചിയേട്ടാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ മോളുടെ അടുത്തേക്ക് വരുന്നില്ല. അവൾക്ക് എങ്ങനെയുണ്ടെന്ന് സച്ചി ചോദിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടെന്നും എന്താണെങ്കിലും ഞാൻ അവളെ നോക്കിക്കോളാമെന്നും അർച്ചന പറയുകയാണ്. അതേസമയം ഇത് കേട്ടുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരല്ലേ അതിനെല്ലാം കിടന്ന് അനുഭവിക്കുന്നത്. മര്യാദയ്ക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനുള്ളതിന് അവള് വീട്ടിൽ തന്നെ ചികിത്സ നടത്തുന്നു. എന്നാ ഞാൻ സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. ഏട്ടത്തി ഒരു ദിവസമെങ്കിലും പോയി അവിടെ കൂട്ടി നിൽക്കുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റില്ലെന്നും എനിക്കതൊക്കെ പേടിയാണെന്നും അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെല്ലിശ്ശേരിയിലെ കുട്ടിയെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാനൊന്നും ആർക്കും പറ്റില്ല. അങ്ങനെ ആരുമില്ലാത്തവളല്ലല്ലോ അവള്. അവളെ ഞാൻ നോക്കിക്കോളാം രോഗം ഭേദമാകുന്നത് വരെ. സച്ചേട്ടനിപ്പോൾ എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അർച്ചന. എന്താ താൻ എന്തിനാ എന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് സച്ചേട്ടനെ കൊണ്ടൊരു ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആര്യവേപ്പിൻ്റെ മരം കാണിച്ചു കൊടുക്കുകയാണ് അർച്ചന. എനിക്ക് ആ മരത്തിൽ നിന്നും കുറച്ച് ഇലകൾ വേണം. എല്ലാം സ്നേഹിക്ക് വേണ്ടിയാ. അതിന് ജോലിക്കാരെ ആരെങ്കിലും വിളിച്ചാൽ പോരെ, ഞാൻ തന്നെ കയറണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളതാ, അതുകൊണ്ട് സച്ചേട്ടൻ തന്നെ കയറാൻ അർച്ചന പറയുന്നു. അങ്ങനെ വേപ്പില പറിക്കാനായി സച്ചി മരത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ സച്ചി മരത്തിൽ നിന്നും ഇലകൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ സച്ചി മരത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു. ഇവൻ എന്താണെങ്കിലും അത് തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചന നേരെ വേപ്പിലയുമായിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസിലേക്ക് ഡോക്ടർ വന്നിരിക്കുന്നതാണ്. സ്നേഹിക്കുള്ള മരുന്നുകളെല്ലാം കുറിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം മുടങ്ങാതെ കഴിക്കണമെന്നും നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും ഡോക്ടർ പറയുന്നു. എന്താണെങ്കിലും അർച്ചനയെ സമ്മതിച്ചു തന്നിരിക്കുന്നു. സാധാരണ ഇങ്ങനെയൊക്കെ രോഗം വന്നാലേ ആരും അടുത്തോട്ട് പോലും വരാറില്ല. എന്താണെങ്കിലും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ അർച്ചന സ്നേഹയോട് കുളിക്കുന്ന കാര്യം പറയുകയാണ്. അങ്ങനെ കുളിക്കാമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ കുളിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും കുളിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗം മാറുമെന്നും അർച്ചന പറയുന്നു. ഏട്ടത്തിക്കൊരു കുഞ്ഞുകൂടി ഉള്ളതല്ലേ, ഏട്ടത്തിക്ക് എന്നെ ഇങ്ങനെ നോക്കാനൊക്കെയുള്ള മനസ്സെങ്ങനെ കിട്ടുന്നു? എന്നോട് ഇത്രയ്ക്കും ദയൊക്കെ കാണിക്കുന്ന എന്തിനാണെന്നൊക്കെ സ്നേഹ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി എന്നാലേ വെറും വാക്കു മാത്രമല്ല, ഏട്ടത്തി എന്നാൽ അമ്മയുടെ സ്ഥാനം കൂടിയാ. അതുകൊണ്ടല്ലേ എല്ലാവരും ഏട്ടത്തിയമ്മ എന്ന് വിളിക്കുന്നത്. അമ്മ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമോ? ഒരിക്കലും ഇല്ലല്ലോ. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് അർച്ചന പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സ്നേഹ. കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ തന്ന മരുന്നും പിന്നെ കുറിച്ച് എൻ്റെ അല്ലറ ചില്ലറ ചികിത്സയൊക്കെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കോളും. ഞാൻ എന്താണെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹയ്ക്ക് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. അതേസമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക നിൽക്കുന്നത് സച്ചിക്ക് അർച്ചന കാണിച്ചു കൊടുക്കുന്നു. ഏട്ടത്തിക്കിട്ടൊരു പണി കൊടുത്താലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചി എഴുന്നേൽക്കുമ്പോൾ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഏട്ടത്തിയുടെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തി ഈ കലമൊന്ന് എടുത്തു വെക്കാൻ സഹായിക്കാമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിനെന്താന്ന് പറഞ്ഞുകൊണ്ട് ചൂട് കലത്തിൽ കയറി പിടിക്കുകയാണ് അവന്തിക. നിങ്ങൾ രണ്ടുപേരും ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ, എന്നാലും സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. എൻ്റെ സച്ചിയേട്ടാ, ശത്രുക്കളോട് പോലും ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അർച്ചന പറയുമ്പോൾ ശത്രുക്കളോട് ചെയ്യില്ലെന്നും പക്ഷേ ഏട്ടത്തിയോട് ചെയ്യാമെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന സ്നേഹയെ പരിചരിക്കുന്നതാണ്. കുളിപ്പിക്കുകയും സ്നേഹയ്ക്ക് കഞ്ഞി കൊടുക്കുകയും ഒക്കെ അർച്ചന ചെയ്യുമ്പോൾ ഇതെല്ലാം വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് സ്നേഹ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക സേതുമാധവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛൻ അർച്ചനയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിലേ നാളെ ഈ വീട്ടുകാരെല്ലാവരും കൂടി പോയി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വരും. അതിന് ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? നീ പറയുന്നത് എന്താണെന്ന് അച്ഛന് മനസ്സിലാകുന്നില്ലെന്ന് സേതു പറയുന്നു. ഇന്ന് അർച്ചന പോയി സ്നേഹയെ പരിചരിച്ചാലേ നാളെ അർച്ചന ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയുള്ളവർക്കും രോഗം വരില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സേതു. സത്യത്തിലെ അർച്ചനയ്ക്ക് പകരം നീ വേണമായിരുന്നു സ്നേഹയെ പോയി പരിചരിക്കാൻ. നീ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ അർച്ചന ചെയ്യുന്നത്. എന്നിട്ട് നീ എന്തൊക്കെയാ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്? അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി ഇങ്ങനെ പേടിച്ചാലേ ആദ്യം ഏട്ടത്തിക്കായിരിക്കും വരാൻ പോകുന്നത്. എൻ്റെ മോളെ, നീ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ. സ്നേഹയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഞാൻ അവൾക്ക് ജ്യൂസ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അടുക്കളയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിച്ച്
ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സച്ചിയാണ്. അതേസമയം ആതിരയും സന്ദീപും കുഞ്ഞിനെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.